ഹായ് ഹലോ ഐ ആം നിതിൻ, ദിസ് ഈസ് NSK Max. അപ്പൊ NSK Maxന്റെ മറ്റൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കും. നമുക്ക് ഈ പാരലോഗ്രാമിന് പേരിടാം ABCD. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? B × H ആണ്. ഇവിടെ B ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ അല്ലെ, ബേസ് 10 സെന്റിമീറ്റർ ആണ്. പക്ഷെ H ഇല്ല. H എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്യുക. ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് DE വരച്ചാൽ ഇതാണ് നമ്മുടെ ഹൈറ്റ്. ജസ്റ്റ് നമുക്ക് ആ ട്രയാങ്കിൾ ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു AE. അതേപോലെ തന്നെ D എന്നാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത് 90 ഡിഗ്രി ആണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 30 ഡിഗ്രി ആംഗിൾ. ദെയർഫോർ ഇത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? അത് 60 ഡിഗ്രി ആയിരിക്കും. ഓർത്തു വെക്കുക, ആ 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പത്തെ എന്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമുക്ക് റേഷ്യോ എന്ത് എഴുതാം? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 1:√3:2 ആണ്. അപ്പോൾ 30 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം എന്തായിരിക്കും? 1x ആയിരിക്കും. 60 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം എത്ര ആയിരിക്കും? അതിന്റെ ആവശ്യമില്ല നമുക്ക് ഈ ഹൈറ്റ് ആയ 1x മാത്രം മതി. അതേപോലെ തന്നെ 90 ഡിഗ്രിക്കെതിരെ ഇത് എത്ര തന്നിട്ടുണ്ട്? ഇവിടെ 6 തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇത് 6 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഈ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2x ആണ് അല്ലെ. ഈ 90 ഡിഗ്രിക്കെതിരെ എന്താണ്? 2x. therefore ഈ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2x is equal to 6 സെന്റിമീറ്റർ. x is equal to 6/2. therefore x is equal to നമുക്ക് എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. x കിട്ടിയല്ലോ 3. ഈ x അല്ലേ നമ്മുടെ എന്ത്? DE എന്ന് പറയുന്ന ഹൈറ്റ് അല്ലേ നമുക്ക് 1x. ദാറ്റ് ഈസ് ഈക്വൽ ടു h ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ബേസ് നമുക്ക് ഓൾറെഡി അറിയാം എത്ര ഉണ്ട്? 10 ഉണ്ട്. therefore ഇതിന്റെ അകത്ത് ഏരിയ ഈസ് ഈക്വൽ ടു നമുക്കറിയാം B × H ആണ്. therefore ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? B × H എന്ന് പറയുന്നത് B 10 ആണ്, H 3 ആണ്. therefore 10 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ പാരലോഗ്രാമിന്റെ ഏരിയ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും SLCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചോ. നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.